ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ഗുഡ് നൈറ്റ് ടോക്കുകളുടെയൊക്കെ ഭാഗമായിട്ട് എല്ലാ മാസവും നമ്മൾ ഒരു സങ്കീർത്തനം വെച്ച് പഠിക്കാറുണ്ടല്ലോ. ഓർക്കുന്നുണ്ടാവും അല്ലേ? കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പഠിച്ച സങ്കീർത്തനങ്ങൾ. നമ്മൾ ഈ ജൂൺ മാസം പഠിക്കാൻ പോകുന്നൊരു സങ്കീർത്തനം 5 വാക്യങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞ് സങ്കീർത്തനമാണ്. ബട്ട് വെരി പവർഫുൾ. പ്രത്യേകിച്ച് നമ്മുടെ ചില ആങ്സൈറ്റി, നമ്മുടെ ടെൻഷൻ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പും ഇനി ചില ഒപ്പോസിഷൻ, നമ്മൾക്ക് ഇച്ചിരി പണിയൊക്കെ കിട്ടുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് മനുഷ്യരിൽ നിന്ന് അവർ ചില ഗൂഢാലോചനയൊക്കെ തയ്യാറാക്കി നമുക്കിട്ട് 2 മുട്ടം പണിയൊക്കെ തരാൻ നിൽക്കുന്ന സമയത്ത് വലിയൊരു പവർ കിട്ടുന്ന, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മധൈര്യം കിട്ടുന്ന, ഈശോയിൽ നമ്മളെ ഒന്നുകൂടെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്ന, കർത്താവിനെ ഒന്ന് നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു പവർഫുൾ സങ്കീർത്തനമാണ്. കാണാപ്പാടം പഠിക്കണം. 5 വാക്യങ്ങളേ ഉള്ളൂ. ദാവീദിൻ്റെ സുന്ദരമായൊരു സങ്കീർത്തനമാണ്. സം 70, 70ാമത്തെ സങ്കീർത്തനം. ടൈറ്റിൽ ഇങ്ങനെയാണ്: കർത്താവേ കം സൂൺ, പെട്ടെന്ന് വരണേ എന്നാണ്. അതായത് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുന്നില്ലേ, കർത്താവ് ഇതിപ്പം അടുത്ത ആഴ്ച നടന്നാൽ പോരാ, ഇപ്പം വേണം, ഇമ്മീഡിയറ്റ് ആയിട്ട് നീ ഇടപെടണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മൂഡിൽ ദാവീദ് എഴുതി വെച്ചിരിക്കുന്ന സങ്കീർത്തനമാണ്. വലിയൊരു പ്രശ്നത്തെ, പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, മനസ്സിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്ന സമയത്ത്, ദാവീദിനെതിരെ ആരൊക്കെയോ ചേർന്ന് ആക്രമണങ്ങൾ തയ്യാറാക്കിയ സമയത്ത് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, എനിക്ക് നീതി നടത്തി തരണം. അടുത്ത ആഴ്ചയല്ല, അടുത്ത വർഷമല്ല, എനിക്ക് വേഗം അങ്ങ് വന്ന് എനിക്ക് നീതി നടത്തി തരണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സങ്കീർത്തനമാണ് 70ാമത്തെ സങ്കീർത്തനം. പഠിക്കണം കേട്ടോ. നമുക്കൊന്ന് ഒരുമിച്ചത് വായിക്കാം. 70ാം സങ്കീർത്തനമാണ്: ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ, കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എന്ന് വെച്ചാൽ ഒരു ഇമ്മീഡിയറ്റ് ഹെൽപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമുക്കൊരു റിസൾട്ട് വേണം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഉടനെ നമുക്ക് അതിൻ്റെ റിസൾട്ട് വേണം. ഇതിൽ ആരിടപെടണം? ഈശോ ഇടപെടണം. നമുക്കിപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ഒരു വലിയ കൺഫ്യൂഷൻ ഇരിക്കുകയാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. കർത്താവ്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റണില്ല, പെട്ടെന്ന് അങ്ങൊന്ന് ഇടപെടാമെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥനയാണ്. 2ാം വാക്യം ശ്രദ്ധിക്കണേ. 2, 3 ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാവട്ടെ, എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. ദാവീദ് പറയണതേ, കുറേ പേര് എനിക്കെതിരെ നിൽക്കുന്നുണ്ട്, അവരെന്നെ കളിയാക്കുന്നുണ്ട്, അവരെൻ്റെ നാശം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് കണ്ടോ, അവർ നാണം കെടട്ടെ എന്നോ ഇല്ലെങ്കിൽ അവർക്ക് നാശം ഉണ്ടാകട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും അല്ല. കർത്താവ്, എനിക്ക് നീതി കിട്ടണം, എനിക്ക് നീതി കിട്ടണം, ഞാൻ നിൻ്റെ മുമ്പിലേക്കാണ് വരുന്നത്, ഞാൻ നിന്നിലാണ് ആശ്രയിക്കുന്നത്, എനിക്ക് നീതി വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ മനുഷ്യരിൽ നിന്നൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അവർ ചിലപ്പോൾ നമ്മളിങ്ങനെ കളിയാക്കാം, നമ്മളെ പേടിപ്പിക്കാം. ഈ വചനത്തിൽ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഹ ഹ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ആയിരിക്കില്ല, അതിനെക്കാട്ടും വലിയ മൂർച്ചയേറിയ ചിരിയൊക്കെ ആയിരിക്കും. അവർ നമ്മളെ പരിഹസിക്കുന്നുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ചിരി നിന്ന് പോകാനോ, അവർ മുടിഞ്ഞു പോട്ടെ, അങ്ങനെയൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. അതൊന്നും അവർ മുടിഞ്ഞു പോകത്തൊന്നുമില്ല. അവരവിടെ അപ്പോഴും നമ്മളെ വെല്ലുവിളിച്ച്, നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ട് അവിടെയൊക്കെ തന്നെ നിൽക്കും. നമുക്ക് ഒറ്റ കാര്യം ഈശോയോട് പ്രാർത്ഥിക്കണം: കർത്താവേ, നീ എൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ഇടപെടണം, എനിക്ക് നീതി നടത്തി തരണം, ഐ നീഡ് ജസ്റ്റിസ്. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരുടെ നാശമോ, അവർക്കെതിരെ ഒരു റിവഞ്ച്, അവർക്കെതിരെ ഒരു പ്രതികാരം എടുക്കുമെന്നല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ മക്കളായ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമുക്ക് നീതി വേണം. അതാര് തരും? ഈശോ തരും. ഈശോയിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ശത്രു എത്ര പ്രബലപ്പെട്ടാലും നീതി നമ്മുടെ ഭാഗത്താണെങ്കിൽ കർത്താവ് അത് തീർച്ചയായിട്ടും നടത്തി തരിക തന്നെ ചെയ്യും. ദാവീദ് ബോധ്യം തരികയാണ്. അടുത്ത വാക്യം വായിക്കണം. 4ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ, അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. വചനം കൃത്യമായിട്ട് പറയാണ്: അങ്ങയെ അന്വേഷിക്കുന്നവർ സന്തോഷിച്ചുല്ലസിക്കട്ടെ. ഇതിങ്ങനെ കേട്ടിട്ടുണ്ടോ? റിജോയ്സ് വൈൽ വെയിറ്റിംഗ്. കാത്തിരിക്കുമ്പോൾ ആനന്ദിക്കുക. നമ്മളിപ്പോൾ കർത്താവിനോട് പറയുകയാണ്: കർത്താവെ, പെട്ടെന്ന് വാ, എൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ഇടപെടണം. ചിലപ്പോൾ ഒരു ഡിലേ കാണുമല്ലേ? ഇപ്പം ഇങ്ങനെ വിളിച്ച പാടെ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇടപെടുന്ന അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും നമുക്കെല്ലാം എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമായിരിക്കും. ഈശോ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഡിലേ ഇടും. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവ് പെട്ടെന്ന് വായോ, പെട്ടെന്ന് ഇടപെടുന്നൊക്കെ പറഞ്ഞിട്ടും ചില സമയത്ത് ഇങ്ങനെ ഈശോ ഒരു മടുപ്പ് കാണിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്, ഒരു വിഷമമൊക്കെ നമുക്ക് വരാറുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും പ്രാർത്ഥന തുടരുക. പ്രാർത്ഥന തുടരുന്നതോടൊപ്പം തന്നെ തുടരുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ വെയിറ്റിംഗ്, അല്ലേ? നമ്മുടെ കാത്തിരിപ്പ്. കാത്തിരിക്കുമ്പോൾ എന്നാ ചെയ്യണമെന്നാ പറയാ? റിജോയ്സ് വൈൽ വെയിറ്റിംഗ്. കാത്തിരിക്കുന്നതോറും ആനന്ദിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ആരിടപെടാൻ വേണ്ടിയിട്ടാണ്? ആരുത്തരം തരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? ഈശോ ഇടപെടാൻ വേണ്ടിയിട്ടാണ്. ഈശോ ഇടപെടാൻ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇച്ചിരി താമസിച്ചാലും തിരസ്കരിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്, ഈവൻ ഇഫ് ഹി ഡിലേസ് ഹി വിൽ നോട്ട് ഡിനൈ എന്ന് അറിയാവുന്നതുകൊണ്ട്, ജസ്റ്റ് ബി ഹാപ്പി. ഇപ്പോൾ ഈ കാത്തിരിപ്പ്, ഈ ഒരു റിസൾട്ടിന് വേണ്ടി, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി, ഈ ഒരു നീതിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ കാത്തിരിപ്പുണ്ടല്ലോ, ചിലപ്പോൾ അതിനെ കുതിർത്തുകൊണ്ട് കണ്ണുനീരും ഒക്കെ ഒഴുകുന്നുണ്ടാകും. കണ്ണുനീര് കലർന്ന ഒരു കാത്തിരിപ്പൊക്കെ ആയിരിക്കും. പക്ഷേ കാത്തിരിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് റിജോയ്സ് വൈൽ വെയിറ്റിംഗ്.
അതായിരിക്കും നമുക്ക് ഒത്തിരി സമാധാനം തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് നമുക്ക് ബോധ്യം തരികയാണ്, ഞാനിതാ സന്തോഷിച്ചുല്ലസിക്കുന്നു, സന്തോഷിച്ചുല്ലസിക്കട്ടെ. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, 5-ാമത്തെ വാക്യം. വളരെ എളിമയോടുകൂടി ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ, അങ്ങാണ് എൻ്റെ സഹായവും രക്ഷകനും എൻ്റെ വിമോചകനും, കർത്താവേ വൈകരുതേ. ഈശോയെ, ഞാനിതാ ഐ സബ്മിറ്റ് എവറിത്തിങ് ടു യു. ഞാൻ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, എനിക്കിപ്പോൾ നീതി കിട്ടിയിട്ടില്ല, ആകെ സങ്കടത്തിലാണ്, നീ വേഗം വരണമേ, എൻ്റെ കാര്യത്തിൽ ഇടപെടണം, കാരണം അങ്ങാണ് എൻ്റെ വിമോചകൻ. ദാവീദ് നമുക്കൊരു ബോധ്യം തരികയാണ്, വേറെ ആരിലേക്കും നോക്കണ്ട, ട്രസ്റ്റ് ഇൻ ഹിം. സങ്കീർത്തനം 70:5 ഈ ബോധ്യം നമുക്ക് തരിക, എൻ്റെ വിമോചകൻ, എൻ്റെ രക്ഷകൻ, ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ ദൈവം, എനിക്ക് നീതി നടത്തി തരുന്നവൻ വേഗം വരും, എൻ്റെ കാര്യത്തിൽ ഇടപെടും, അവൻ ഇച്ചിരി താമസിച്ചാലും എന്നെ തിരസ്കരിക്കില്ല. ആ കാത്തിരിക്കുന്ന കാലത്തോളം ഞാൻ ആനന്ദിക്കും, കാരണം ഞാൻ വെയിറ്റ് ചെയ്യണത് മനുഷ്യർക്ക് വേണ്ടിയല്ല, മറ്റ് ശക്തികൾക്ക് വേണ്ടിയിട്ടല്ല, മറ്റാശ്രയങ്ങളിലല്ല ഞാൻ കൈ കൊടുത്തിരിക്കുന്നത്, സർവത്തിൻ്റെയും രക്ഷകനായ എൻ്റെ വിമോചകനായ മൈ പേഴ്സണൽ സേവിയർ, എന്നെ രക്ഷിക്കുന്ന എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. സങ്കീർത്തനം 70 കാണാതെ ഒന്ന് പഠിക്കുക. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 2-3 തവണ ആവർത്തി അതൊന്ന് വായിച്ച് പ്രാർത്ഥിക്കുക. മാക്സിമം നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക്, സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ സങ്കീർത്തനത്തെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.